സജീഷേട്ടാ, ചില്ലറ സാധനങ്ങളല്ല കേട്ടോ ഇതൊക്കെ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡ്രോണൊക്കെ പുറത്തൊക്കെ കാണുമ്പോൾ ഒരു ചെറിയൊരു ക്യാമറ ഉണ്ടാവും, ഒരു ഡ്രോണും ഉണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അത്ര നിസ്സാര സെറ്റപ്പ് അല്ലല്ലോ. ഇത് സിനിമ മാത്രമാണ് ഇതിൻ്റെ ഇത് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ചെറിയ സംഭവങ്ങൾക്കൊക്കെ കുറേ സെറ്റ് ചെയ്യാൻ തന്നെ കുറേ നേരം എടുക്കും. പിന്നെ ഇത് ഏതാ ശരിക്കും ഏതാ ഇതിൻ്റെ ഒരു മോഡല്, അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ? ഇത് DJ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഇൻസ്പയർ 3 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൽ 8K വരുന്ന X9 എന്ന് പറഞ്ഞ ക്യാമറയാണ്. അതിൽ 8K ആണ് ഇതിൻ്റെ റോ ഫുട്ടേജ് വരും, വീഡിയോയിൽ റോ ഫുട്ടേജ് വരും. പിന്നെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രെയിം മിമിക് ഉപയോഗിച്ചിട്ട് ട്രൈപോഡിൽ വെച്ചിട്ട് നമുക്ക് ഫ്രെയിം പിടിക്കാൻ പറ്റും. ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ തന്നെ DOPക്ക് വേണമെങ്കിൽ ഫ്രെയിം കമ്പോസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പറത്തണമെങ്കിൽ സാധാരണ ആൾക്കാർക്ക് പറത്താൻ പറ്റുമോ? ഇല്ല, ഇതിന് ലൈസൻസ് എടുക്കണം. അത് എവിടെന്നാ ലൈസൻസ് കിട്ടുക, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്? ഞാൻ ലൈസൻസ് എടുത്തത് തെലുങ്കാന സ്റ്റേറ്റിൻ്റെ ഏവിയേഷൻ അക്കാഡമിയിൽ നിന്നാണ്. അവിടെ 7 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. ഡ്രോൺ ഫ്ലൈ ചെയ്യുക, ഡ്രോൺ അസംബിൾ ചെയ്യുക, പിന്നെ തിയറിക്കായിട്ട് ഉള്ള ക്ലാസ് ഉണ്ടായിരുന്നു. ഡ്രോൺ പൈലറ്റാണ് ഇപ്പോൾ ഡ്രോൺ പൈലറ്റാണ്. ഇതിലിപ്പോൾ ഏതൊക്കെ സിനിമകളിലാണ് ചേട്ടനിപ്പം ചെയ്തിട്ടുള്ളത്? പ്രധാനപ്പെട്ട സിനിമകൾ കുറച്ച് പറയാം. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പടം ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ തെലുങ്ക് പടമാണ്. ശങ്കർ സാറ് ഡയറക്റ്റ് ചെയ്തിട്ട് രാംചരൻ അഭിനയിക്കുന്ന പടമാണ്. അതിൽ മുന്നേ ചെയ്തത് ഇന്ത്യൻ 2 ആയിരുന്നു. അതേമാതിരി പൊന്നിയൻ ശെൽവം. മലയാളത്തിലാണെന്ന് വെച്ചാൽ പുലിമുരുകൻ തൊട്ടിട്ട് ഒടിയൻ, അങ്ങനെ 70ഓളം പടം ചെയ്ത് കഴിഞ്ഞു. ആടുജീവിതത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആടുജീവിതം മെയിനായിട്ട് ഡെസേർട്ടിലായിരുന്നു. ഡെസേർട്ടിൽ ഭയങ്കര പൊടിക്കാറ്റൊക്കെ ഉള്ള സമയത്തായിരുന്നു ആടുജീവിതം ഉണ്ടായിരുന്നത്. അതിൽ ഡ്രോൺ കാണാണ്ടാവുക, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡ്രോൺ കാണാണ്ടായ? അതെ അതെ അതെ, ഡ്രോൺ. പക്ഷേ ഇത് റിട്ടേൺ ഹോം ഓപ്ഷൻ ഉള്ളതുകൊണ്ട് GPS വെച്ചിട്ട് മിസ്സായാലും തിരിച്ചു വരും. ബാറ്ററി ഉണ്ടെങ്കിൽ തിരിച്ചു വരും. അത് സെൻസറൊക്കെ ഉള്ള കാരണം ഒരിക്കലിടിക്കാണ്ട് തിരിച്ചു വന്നോളൂ. അങ്ങനെ ടെൻഷൻ്റെ ആവശ്യമില്ല. ഒരുപാട് പ്രൊജക്റ്റുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഇനിയുണ്ട്, മലയാള പടം ഒരെണ്ണം തുടങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ ഡ്രോൺ മാത്രം വെച്ചിട്ടൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു ചർച്ച നടക്കുന്നുണ്ട്. അത് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇതാണ് ഈ ഡ്രോൺ പൈലറ്റിൻ്റെ വിശേഷങ്ങൾ. ഇനിയും ഒരുപാട് സിനിമകളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. പുതിയ പുതിയ എക്യുപ്മെൻറ്റ്സ് വരുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുക, പരമാവധി ഏറ്റവും മികച്ച ദൃശ്യങ്ങൾ നൽകുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യമായി ഉൾക്കൊണ്ടിരിക്കുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.